Hello everyone, I am Jubi, faculty for NATA at Ignite Thrissur. Today we are going to discuss about some sample questions based on the topic speed, time and distance. Okay, let's start. Speed, time, distance എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, സ്പീഡും ടൈമും ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വെരി ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതുപോലെ തന്നെ നമുക്ക് ടൈമും സ്പീഡും ഇതിൽ നിന്ന് അതിൻ്റെ ഫോർമുലാസ് നമുക്ക് എഴുതാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്പീഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലാണ്. ഇനി ചില പ്രോബ്ലത്തിൽ ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻറ്റു 5/18 എക്സ് കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ്. അതായത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000, അവറിന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3600. 1000/3600 കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 5/18 എന്ന് വാല്യൂ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18/5. മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂവിനെ ഇൻറ്റു 18/5 ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിലേക്കും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, if the ratio of speeds of A and B is A/B, then ratio of time taken by them to cover the same distance is B/A. നമുക്ക് ഓൾറെഡി അറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സെയിം ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ A/B ആണെങ്കിൽ the time taken by them to cover the same distance, ടൈമിൻ്റെ റേഷ്യോ B/A ആയിരിക്കും. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ സ്പീഡിൻ്റെ റേഷ്യോ A/B ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ B/A ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പീഡിൻ്റെ റേഷ്യോ 1:2 എന്നാണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 2:1 എന്നായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, സപ്പോസ് എ മാൻ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് അറ്റ് എക്സ് കിലോമീറ്റർ പെർ അവർ and an equal distance at y kilometer per hour, then average speed during the whole journey is 2xy by x plus y. Her denominator is x plus y. അതായത് നമ്മൾ എയിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പോകുന്നു, എയിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് തിരിച്ച് എ എന്ന പോയിന്റിലേക്ക് വരുന്നു. സെയിം ഡിസ്റ്റൻസ് ആണ്, ബട്ട് സ്പീഡ് ഡിഫറെൻ്റ് ആണ് അല്ലേ? സ്പീഡ് അങ്ങോട്ട് പോയ സ്പീഡ് തന്നെ തിരിച്ചിങ്ങോട്ട് വരണമെന്നില്ല, സ്പീഡ് ഡിഫറെൻ്റ് ആകാം. ദെൻ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ന് ബിയിലേക്ക് പോയ സ്പീഡ് എക്സും തിരിച്ചു വന്ന സ്പീഡ് വൈയും ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2xy by x plus y കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a person crosses a 600 meter long street in 5 minutes. What is his speed in kilometer per hour? Options are given here. A person crosses a 600 meter long. Distance already തന്നിട്ടുണ്ട് 600 meter. Time 5 minutes. Then we have to calculate speed in kilometer per hour. സ്പീഡിൻ്റെ ഫോർമുല നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം. Therefore 600 മീറ്റർ ആണ്. ഇവിടെ നമുക്ക് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 600/5 × 60. 5 മിനിറ്റ് ആയിരുന്നു സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. 5 × 60. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ കിട്ടും 2 മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 18/5. ദെർഫോർ ആൻസർ ഓപ്ഷൻ ബി 7.2. ക്ലിയർ?
Next question. A farmer traveled a distance of 61 km in 9 hours. He traveled partly on foot at the rate of 4 km per hour and partly on bicycle at 9 km per hour. The distance traveled on foot is. ലാസ്റ്റ് നടന്ന നാറ്റ എക്സാം, അതായത് April 10th നടന്ന നാറ്റ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. എ ഫാർമർ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 61 km in 9 hours. He traveled partly on foot at rate of 4 km per hour and partly on bicycle at the rate of 9 km per hour. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 61, അതിൽ നമുക്ക് ഹി ട്രാവൽ പാർട്ട്ലി ഓൺ ഫുഡ്, എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ നമ്മൾ x/4 പ്ലസ് റിമൈനിങ് ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ 61 ആണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 61 - x ബൈ നമ്മൾ ബൈസൈക്കിൾ പോയ സ്പീഡ് 9. Therefore ടോട്ടൽ ടൈം ഈക്വൽ ടു 9 അവർ. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 9 അവർ. നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. 16 km എന്ന ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഈ 4 ഓപ്ഷൻസിലെ ഏത് തന്നെയായിരിക്കും, ഈ 4 ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എന്നുള്ളത് പെർഫെക്റ്റ് നമ്പർ കിട്ടുന്ന കേസാണെങ്കിൽ, പെർഫെക്റ്റ് നമ്പർ കിട്ടുന്ന ഒരു 99% കേസിലും പെർഫെക്റ്റ് നമ്പേഴ്സസ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന നമ്പർ ആയിരിക്കും 14/4. പെർഫെക്റ്റ് അല്ല. 15/4 ഒക്കെ ഡെസിമൽ വാല്യൂസ് ആണ്. ബട്ട് 16/4 4 ആണ്. അതുപോലെ തന്നെ 16 ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡ് അറിയുന്ന കുട്ടിക്ക് വിത്തിൻ സെക്കൻഡ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം 61 - 16 45/9 5 ആണ്. 5 + 4 = 9. ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ആണ്. ദെർഫോർ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്ഷനിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കാൽക്കുലേഷൻ്റെ സിംപ്ലിഫിക്കേഷനുള്ള ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ പേഴ്സൺ വാക്സ് അറ്റ് 14 km per hour instead of 10 km per hour, he would have walked 20 km more. The actual distance traveled by him is. 14 km per speed പോകുന്നതിന് 10 km per സ്പീഡിൽ പോകുന്നതിന് പകരം 14 km per സ്പീഡിൽ പോയിരുന്നെങ്കിൽ, സ്പീഡ് കൂടുതലായിട്ട് പോയിരുന്നെങ്കിൽ 20 km കൂടി കൂടുതൽ ട്രാവൽ ചെയ്യാമായിരുന്നു എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. 20 km കൂടുതൽ പോകാമായിരുന്നു. അപ്പോൾ 20 km മോർ ഓർ ലെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് ആണ് അല്ലേ, ഒരു കമ്പാരിസൺ ആണ്. മോർ ഓർ ലെസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആണ്. അതായത് സെയിം ടൈം തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു ഫിക്സഡ് ടൈം എടുക്കുകയാണെങ്കിൽ അതിൽ സ്പീഡ് ഇത്ര കൂടുതൽ പോയി കഴിഞ്ഞാൽ 14 km സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 20 km കൂടി നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? ഇവിടെ നമുക്ക് ടൈം സെയിം ആണ് അല്ലേ, ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒരു ഫിക്സഡ് ടൈമിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/10. എക്സ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ 10 സ്പീഡിൽ പോകുന്നു. ബട്ട് 14 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x+20 ആണ്. x+20. We can solve this equation. Answer 50 km. ഫിക്സഡ് ടൈം ആണ്. Therefore നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് 10 സ്പീഡിൽ പോകുന്നു. നെക്സ്റ്റ് കേസിൽ എടുക്കുകയാണെങ്കിൽ x+20 14 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ x+20 ഡിസ്റ്റൻസ് കവർ ചെയ്യാം. രണ്ട് കേസിലും ടൈം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. സോൾവ് ദി ഇക്വേഷൻ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ആൻസർ ഓപ്ഷൻ എ. Next question. In covering a distance of 30 km, Abhay takes 2 hours more than Samir. If Abhay doubles his speed, then he would take 1 hour less than Samir. Abhay's speed is.
Okay, in covering a distance of 30 kilometer, 2 hours more than Samir. ടൈമിൽ വന്നിട്ടുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോർ ഓർ ലെസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആണ് അല്ലേ. 2 അവർ സമീറിനേക്കാളും 2 അവർ കൂടുതൽ എടുക്കും. അപ്പോൾ ആ രണ്ട് കേസിലും വന്നിട്ടുള്ള, അപ്പോൾ അഭയ് നോർമൽ സ്പീഡിൽ പോകുന്ന കേസായാലും ഡബിൾ സ്പീഡിൽ പോകുന്ന കേസിലും വന്ന ഡിഫറൻസ് ആണ് 2 അവർ. ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? അഭയുടെ സ്പീഡ് എക്സ് km/h എന്നെടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 30 കിലോമീറ്റർ എക്സ് സ്പീഡിൽ പോകുന്നു. സെക്കൻഡ് കേസ് പറയുമ്പോൾ ഈ 30 ഡിസ്റ്റൻസ് തന്നെ ഡബിൾ ചെയ്ത് പോകുന്നു, സ്പീഡ് ഡബിൾ ചെയ്യുന്നു. ഈ രണ്ട് കേസിലും വന്നിട്ടുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് നമ്മൾ ടൈമിൽ നോക്കാം. ഒരു കേസ് പറയുന്നത് 2 hours മോർ ദാൻ, നെക്സ്റ്റ് കേസ് പറയുന്നത് 1 hour ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര അവറിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ? 3 hours ഗ്യാപ്പ് അല്ലേ. 3 hours ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം ആലോചിക്കുക. നമ്മളൊരു 12 മണിക്കാണ് ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. 2 hour മോർ ദാൻ എന്ന് പറയുമ്പോൾ 2 PM ആയി. 1 hour ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 11 AM ആണ്. 11 AM ആൻഡ് 2 PM തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 hour ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ ഓർ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 3 hour ഗ്യാപ്പ് വരുന്നുണ്ട്. We can solve this equation and we will get answer option A, 5 km/h. Clear? Next ഒരു homework question ആണ്. A man on tour travels first 160 km at 64 km/h and next 160 km at 80 km/h. The average speed for first 320 km of the tour is. ഓൾറെഡി നമ്മൾ ആ ഫോർമുല സെക്ഷനിൽ പറഞ്ഞിരുന്നു. സെയിം ഡിസ്റ്റൻസ് ആണ് ബട്ട് ഡിഫറെൻറ്റ് സ്പീഡ് ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല 2xy/x+y ഫോർമുല യൂസ് ചെയ്ത് ആൻസർ ചെയ്യുക. ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി വി ഹാവ് അപ്ലോഡഡ് different videos related to arithmetic aptitude section and some NATA 2021 new pattern questions. Okay, ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പ്രാക്ടീസ് more questions, then you can achieve high score. Okay, thank you.